ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വരുന്നുവെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. ഹൈ ബഡ്ജറ്റ് വലിയ ക്യാൻവാസ് എന്നൊക്കെ കേട്ടപ്പോൾ ആട് ടൂവിനേക്കാൾ വലിയൊരു ട്രീറ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഒരു ഹൈ ബഡ്ജറ്റിൽ ഒരുക്കി വെച്ച ഒരു ആവറേജ് തട്ടിക്കൂട്ട് പടമായി പോയത്. സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ ഇതിന്റെ തിരക്കഥ തന്നെയാണ്. കോമഡിയാണോ അതോ സീരിയസ് ആയി എടുത്താണോ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് പരിപാടി മൊത്തം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ രണ്ട് ഭാഗങ്ങളുടെ ആ ഒരു കെട്ടുറപ്പോ ഒഴുക്കോ ഇതിന്റെ ആ രണ്ട് പടങ്ങളുടെ വാലിൽ കെട്ടാൻ പോലുമില്ല ഈ സിനിമ. സ്ക്രിപ്റ്റ് പാടെ പാളിപ്പോയ കാഴ്ചയാണ് സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. മിഥുൻ മാനുവൽ തോമസ് എന്ന എഴുത്തുകാരനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. എന്നാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇത്തവണ മിഥുൻ പരാജയപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഥയായി കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും അത് മേക്കിങ്ങിലേക്ക് വന്നപ്പോൾ കൈവിട്ടുപോയി. എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ പിടിക്കാൻ പോയത് പടത്തിന് തിരിച്ചടിയായി. പടം അപ്പാടെ പാളിപ്പോയ ഒരു അവസ്ഥയാണ് ഇവിടെ. ബഡ്ജറ്റ് കൂടിയപ്പോൾ അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടിച്ചേർക്കലുകൾ സിനിമയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. ഒരുപാട് അനാവശ്യ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അത് സിനിമയുടെ ഒഴുക്കിനെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കഥാപാത്രത്തിനും കൃത്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ പഴയ ആട് ഓണമൊന്നും എങ്ങും കാണാനില്ലായിരുന്നു. അതായത് ഫുള്ള് ക്രൗഡും മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കുന്ന പോലെയായിരുന്നു മിക്ക സീനുകളിലും. പിന്നെ ഈ ആട് 1, 2 ആത്മാവെന്ന് പറയുന്നത് ഷാൻ റഹ്മാന്റെ ബീജിയമാണ്. എന്നാൽ ഇത്തവണ ഷാൻ റഹ്മാനും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആദ്യ ഭാഗങ്ങളിലെ ആ ഒരു പഞ്ച് ഈ മ്യൂസിക്കിലോ ബിജിഎമ്മിലോ നമുക്ക് കിട്ടിയില്ല. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആട് 3 വെറും ഒരു ശരാശരി ചിത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ പ്രതീക്ഷയോടെ പോകുന്നവർക്ക് ഇതൊരു നിരാശയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി സമ്മാനിക്കുക.